അങ്ങ് പാലസ്തീനിലും ബംഗ്ലാദേശിലും മരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനും കരയാനും പ്രതികരിക്കാനും ഒരുപാട് ആൾക്കാരെ കണ്ടു. എന്തിനു പറയാൻ, ആനയ്ക്കും പട്ടിക്കും വരെ ചോദിക്കാനും പറയാനും ആളുണ്ട്, അതും വലിയ വലിയ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സ്. പക്ഷെ കേരളത്തിൽ കുറച്ചു ദിവസം മുന്നേ ഒരു പാവം പിടിച്ച മനുഷ്യനെ കള്ളനാന്ന് ആരോപിച്ച് തല്ലിക്കൊന്നു. ശരീരത്തിൽ ഒരു ഭാഗം പോലും ഇടാതെ അവർ തല്ലിച്ചതച്ചു. ബട്ട് സർപ്രൈസിംഗ്ലി എന്റെ ടൈം ലൈൻ ഭയങ്കര ക്വയറ്റ് ആണ്. ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ആർക്കും പോസ്റ്റ് ഇടണ്ട, ആർക്കും ഒന്നും പറയുകയും വേണ്ട. എവിടെ എല്ലാവരും പ്രതികരണശേഷി എവിടെ പോയി? നിങ്ങളുടെ ഹ്യൂമാനിറ്റി എവിടെ പോയി? ശരിക്കും ഹ്യൂമാനിറ്റി ആണോ അതോ സെലക്റ്റീവ് ഹ്യൂമാനിറ്റി ആണോ? എന്റെ മതത്തിലുള്ളവർക്ക് വേണ്ടിയേ ഞാൻ ഫൈറ്റ് ചെയ്യൂ, അങ്ങനെയാ? Then you should understand one thing. Real humanity doesn't choose religion, caste and convenience. When humanity becomes selective, it is no longer humanity, it is hypocrisy. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മരിച്ച ആളുകളുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. പക്ഷെ എന്റെ ചുറ്റുള്ളവരുടെ നിശബ്ദത എന്നെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തു. എന്തിനൊന്നും വേണ്ടി പോലും അറിയാതെ മരിച്ച ആ പാവങ്ങളും മനുഷ്യരാണ്. അവരെ കാത്തു ഒരു കുടുംബം ഇരിക്കുന്നുണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടിലും ജാതിയുടെ മതത്തിന്റെ ലുക്കിന്റെ ഒക്കെ പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ല. മനുഷ്യന്മാർക്ക് എല്ലാം തികഞ്ഞു പോയതുകൊണ്ടായിരിക്കണം ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിച്ചാവുന്നത്. അന്നുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാലമായിരുന്നെങ്കിൽ ഇതിലൊന്നും സ്പെൻഡ് ചെയ്യാൻ എനർജി ബാക്കി ഉണ്ടാവില്ലല്ലോ, അല്ലേ? ഇനി ഇതിലും ജാതി പറഞ്ഞ് തെറി വിളിക്കാൻ വരുന്നവരോട് ഐ ഹാവ് നത്തിങ് ബട്ട് സിമ്പതി ഫോർ യു.